അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഷഅബാൻ മാസത്തിലെ അനുഗ്രഹീതമായ ഒരു രാത്രിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ രാത്രിയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും മഹാന്മാർ പഠിപ്പിക്കുന്നു, ഇജാബത്തുള്ള രാത്രിയായതുകൊണ്ട് എല്ലാം ചോദിച്ചാൽ അള്ളാഹു നൽകും. അതിന് മുന്നോടിയായി നമ്മൾ 3 യാസീൻ 3 നിയ്യത്തിൽ ഓതി തീർക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒന്ന്, നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടണം, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ. മറ്റൊന്ന്, അള്ളാഹു നൽകുന്ന റിസ്ഖിൽ നമുക്ക് അഭിവൃദ്ധി ലഭിക്കണം, ബറക്കത്ത് ലഭിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തത്, നമ്മുടെ മരണം നന്നാവണം, ആഖിബത്ത് നന്നാവണം. ഈ 3 നിയ്യത്തിലായി 3 യാസീനുകൾ ഓതി അള്ളാഹുവിനോട് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യുക. അതോടൊപ്പം സൂറത്തു ദുഖാൻ ഓതുക. സൂറത്തു ദുഖാനിൽ ഫീ ലൈലത്തി മുബാറക്ക ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം എന്ന വേർഡുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ വിശുദ്ധ രാത്രിയിലാണ് ഖുർആനിൻ്റെ ഒരു അവതരണം ഉണ്ടായിട്ടുള്ളത്. ഈ രാത്രിയിലാണ് അടിമയ്ക്ക് എല്ലാം അളന്ന് നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും. അതുകൊണ്ട് തന്നെ ഈ രാത്രിക്ക് ലൈലത്തുൽ ബറാഅ എന്ന പ്രത്യേകമായ ബിർറ് ഗുണത്തിൻ്റെ രാത്രി എന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നരകമോചനത്തിൻ്റെ രാത്രി എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കൊക്കെ ഈ രാത്രിയെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം മഹാന്മാർ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ തോഖത്ത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് എന്ന ദുആ 70 പ്രാവശ്യം പ്രത്യേകം ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നത് 100 വട്ടം ചൊല്ലുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അത് വർദ്ധിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അതുപോലെ നല്ലോണം ദുആ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സങ്കടപ്പെട്ടുകൊണ്ട് റബ്ബിനോട് ദുആ ഇരക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാത്തിനും അവസാനമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, ഉമ്മാമ, ഉപ്പാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഉറ്റവർ, ഉടയവർ, സഹോദര സഹോദരിമാർ, ആരൊക്കെ നമ്മളോട് കടമപ്പെട്ടവരുണ്ടോ, ദീനിൻ്റെ ഇൽമിൻ്റെ വഴിയിൽ നമ്മളെ സ്നേഹിച്ചവർ, ഖിദ്മത്തെടുത്തവർ, അറിവ് പഠിപ്പിച്ചവർ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ഇരക്കുക. അള്ളാഹു അവർക്കും നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ ഷഅബാനിൻ്റെ ഏറ്റവും മർമ്മമായ ഈ രാത്രിയിൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് അതിൻ്റെ പകൽ വെള്ളിയാഴ്ച നമ്മൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. അത് ഗൾഫിൽ അങ്ങനെയാണ്, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച എന്ന് പ്രത്യേകം പറഞ്ഞത്. നാട്ടിലാണെങ്കിൽ ശനിയാഴ്ചയാണ് നോമ്പിൻ്റെ ദിവസം. ഏതായിരുന്നാലും അള്ളാഹു അതെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, അനുഗ്രഹീതമായ രൂപത്തിലെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള വഴി ഫത്ഹ് അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. മറ്റു അനാശ്വാസങ്ങൾ, അനാവശ്യ സംസാരങ്ങൾ, അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി വിട്ടുനിന്ന് ഖൽബ് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് കൊടുത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് ഈ മാസത്തെ പ്രത്യേകം ഏറ്റെടുത്ത് വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിയിട്ട് തരുമാറാവട്ടെ. ആ റമളാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന മോമിനീങ്ങളിൽ, ആത്മീയ അഭിവൃദ്ധിയോടുകൂടി അത് ഏറ്റെടുക്കുന്ന മോമിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, സർവാധിപതിയായ റബ്ബുൽ ഇസ്സത്ത് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ